ഹലോ ഗൈസ്, നമുക്കിന്ന് ഒരു ഗാർഡൻ ടൂർ കണ്ടാലോ? വാ കാണാം. സത്യം പറഞ്ഞാൽ ഈ ചെടിയെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു വിവരം പോലും എനിക്കില്ല. എങ്കിലും ഞാനങ്ങ് പറയുവാണ്, ഇതൊരു തെങ്ങ് മുറിക്കുന്ന ഒരു മരമാണ്. പക്ഷേ ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ അടിപൊളിയാണ്. പക്ഷേ ഇവിടെ ഇൻഡോർ വെക്കാൻ പറ്റത്തില്ല, എൻ്റെ മോളിലെല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് ഞാനെടുത്ത് വെളിയിൽ വെച്ച്. ഇത് നമ്മുടെ സ്വന്തം കറ്റാർ വാഴ. ഇത് സത്യം പറഞ്ഞാൽ തലയിൽ തേക്കണം എന്നൊക്കെ വിചാരിച്ച് മേടിച്ചൊരു സാധനമാണ്. പക്ഷേ ഇത് തലയിൽ തേക്കാൻ എനിക്കൊരു മനസ്സുമില്ല. ഇതൊരു മഞ്ഞ പ്ലാന്റ്, ഇത് അതുപോലെ നമ്മുടെ മണ്ടയ്ക്ക്, ഇതൊക്കെ എനിക്ക് ഞങ്ങളുടെ മണ്ടയ്ക്ക് താമസിച്ച ഒരു ദീദിയുണ്ട്, പുള്ളിക്കാരി എനിക്ക് തന്നിട്ട് പോയത് കേട്ടോ. ഇത് നമ്മുടെ ഈ ശവന്നാറി പൂവെന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ ഇഞ്ചി, ചെറിയൊരു തുളസി, നമ്മുടെ വെറ്റയില്ലേ, നമ്മുടെ മുറുക്കാനൊക്കെ മുറുക്കുന്ന വെറ്റില എന്നൊക്കെ പറയത്തില്ലേ, അതാണ് സാധനം. ഇതും എൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു മലയാളി ദീദി ഉണ്ടായിരുന്നു, മഞ്ജു എന്ന് പറഞ്ഞാൽ. അവൾ പോയ സമയത്ത് എനിക്ക് തന്നാട്ടോ. ഇതും അതുപോലെ നമ്മുടെ കടച്ചിക്കാന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ പൈനാപ്പിൾ, പുള്ളിക്കാരി അതും നട്ടുവെച്ച് എനിക്ക് തന്നിട്ടോ. ഏറ്റവും കൂടുതൽ എൻ്റെ ഉള്ളത് കറ്റാർവാഴയും തുളസിയാണ്. കറ്റാർവാഴകൾ പിന്നെയും ഒരു ഇതേണ്ട്, മറ്റൊരു തുളസി, ഇതിലാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. ഇത് കറ്റാർവാഴ. സത്യം പറഞ്ഞാൽ ഈ മഞ്ഞ ചെടിയൊക്കെ കാണാൻ എന്ത് രസമെന്ന് പറയും. നേരിട്ട് കാണാൻ ഫോണിൽ അത്ര ക്ലിയർ അല്ല, ഇതൊക്കെ കാണാൻ അടിപൊളി. അതുപോലെ ഇത് പറയാതിരിക്കാൻ വയ്യ, ഈ ചെടി ഒരു സൂപ്പർ ചെടിയാണ്. കാരണം സത്യം പറഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത്. കാരണം ഇത് ഒറിജിനൽ അത് കണ്ടാൽ പറയത്തില്ല നേരിട്ട്. കാരണം അതിൻ്റെ ഇലയൊക്കെ കണ്ടോ, നമ്മൾ ഞെരടിയ പോലും ഒന്നും പറ്റത്തില്ല. ഇത് പിന്നെ താഴെ നിന്ന ഞങ്ങളുടെ ഒരു ദീദിയാണ്, പുള്ളിക്കാരി തന്നാണ്. ഇതൊക്കെ എനിക്ക് മഞ്ജു തന്ന കേട്ടോ. മഞ്ജുവും മണ്ടക്കുള്ള ആ ദീദിയൊക്കെ തന്നാൽ. ഇത് എൻ്റെ മറ്റൊരു മലയാളി ഫ്രണ്ട് ഉണ്ടായിരുന്നു, അമിത എന്ന് പറഞ്ഞാൽ. പുള്ളിക്കാരി ഇവിടുന്ന് പോസ്റ്റിങ് ആ സമയത്ത് എനിക്ക് തന്ന കേട്ടോ, പനിക്കുറുക്ക. ഇത് ഈ കുട്ടികൾക്കൊക്കെ പനി വരുന്ന സമയത്ത് ഇത് ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ പനി മാറും എന്നൊക്കെയാണ് പറയുന്നത്. പ്രായമുള്ളവർ പറയുന്നത്, എത്ര സത്യമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുപോലെ ഇതൊക്കെ നമ്മുടെ മണി പ്ലാന്റുകളൊക്കെ ഇത് ഞങ്ങളുടെ കോട്ടറിന് താഴെ നിന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെ താഴെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കളയത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അടുത്ത് മണ്ടയ്ക്ക് വെച്ചാണ്. ഇതും അതുപോലെ നമ്മുടെ മഞ്ഞൾ, ആ മഞ്ഞളാട്ടോ, ഇത് ഞാൻ കിളിപ്പിച്ചാട്ടോ. അതുപോലെ ഇതും നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സത്യം പറഞ്ഞാൽ പോച്ചയാണ്. പക്ഷെ എനിക്കിത് കാണുമ്പോൾ എന്തോ ഒരു രസം തോന്നുന്നു. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ. ചിൽ വിത്ത് നീതു. ബൈ.